സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. അച്ഛൻ്റെ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം രസകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? രസകരമായ അനുഭവം, അതെ, നല്ല രസകരമായിട്ട് അനുഭവം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഡേ എൻ കുളന്തേന്ന് ഒറ്റ അടി അടിച്ചു. അടി കിട്ടിയിട്ട് ഈ കണ്ണിക്കൂടി പൊന്നീച്ചൊക്കെ പറക്കുമെന്ന് പറയുന്നത്. എൻ്റെ ഞാൻ പെട്ടെന്ന് ഡാനിയോട് പറഞ്ഞു, ഡാനി എടാ എനിക്ക് ഞാൻ മനസ്സ് ശരിയല്ല, നമുക്കൊന്ന് പ്രാർത്ഥിക്കാതിരിക്കുക. ഇന്ന് എന്തോ ഒരു സംഭവമുണ്ട്. ശുശ്രൂഷിക്കാൻ പോകുന്ന വ്യക്തിക്ക് ഒരു കാരണമില്ലാണ്ട് അടിയൊക്കെ കിട്ടി നമ്മൾ വല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന പോയി, നമ്മുടെ എല്ലാ സംഭവങ്ങളും പോയി, ഒന്ന് പാടാൻ പോലും നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മളെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങനെ ശുശ്രൂഷ ഉണ്ടെങ്കിൽ, നമ്മുടെ ഭാവിയിൽ അങ്ങനെ ഒരു ശുശ്രൂഷകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പിശാച് പക്ഷെ തോട്ടികളൊക്കെ ധൈര്യത്തോടു കൂടി ഇതിലെല്ലാത്തിനും ഇടിച്ച് പൊളിച്ച് തിരിച്ചു കയറി. കുടുംബം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ സത്യം പറഞ്ഞ ശുശ്രൂഷയിൽ നമ്മെ ഏറ്റവും അധികം നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ശരീരം മുഴുവൻ ബ്ലഡാണ്, എൻ്റെ ഫേസ് കംപ്ലീറ്റും ഗ്ലാസ് പീസസ് കുത്തി കയറിയിരിക്കുകയാണ്, എൻ്റെ ഈ ഫ്യൂമോ ബോൺ ഇവിടുന്ന് രണ്ടായിട്ട് ഒടിഞ്ഞത് പിരിഞ്ഞ് സീറ്റിനുള്ളിൽ കയറിയിരിപ്പുണ്ട്. മനസ്സിലായത്? അപ്രതീക്ഷിതമാണ് ലൈഫ്. നമുക്കറിയില്ല നമ്മളുടെ ലൈഫിൽ നാളെ എന്താ സംഭവിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിശ്വസ്തനായ ഒരു ദൈവം കൂടെയാണ്, കൈവിടില്ല. പലരും പറഞ്ഞു ഇതോടെ തീർന്നു, ലോഡ്സൺ തീർന്നു, എന്നെ കാണിച്ചു തന്നിട്ട്. പക്ഷേ അച്ചാച്ചൻ അവിടെ സ്റ്റേജിൽ കയറിയപ്പോൾ അച്ചാച്ചനിലേക്ക് ദൈവം തന്ന ഒരു ഉറപ്പും അച്ചാച്ചനിൽ വ്യാപരിച്ച ആത്മാവിൻ്റെ ശക്തിയും കാരണം അച്ചാച്ചൻ ഭയപ്പെടേണ്ട എന്നുള്ള പാട്ടാണ് പാടിയത്. അത് ഇന്നും എന്നെ പോലെ ഒരാളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടു. മനസ്സിലായോ? ഇതിൻ്റെ ആഴമൊന്നും സത്യം പറഞ്ഞ് തിരിച്ചറിയാതല്ലേ ഇന്നത്തെ ജനം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി ചെയ്യും, ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. മനസ്സിലായോ? ജോയൽ നിനക്ക് വേണ്ടി ദൈവം ചെയ്യും, നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. കണ്ടോ, ഈ ദേശത്തെ കർത്താവ് മോനെ ഉപയോഗിക്കാൻ പോകുന്ന വിധങ്ങൾ അത് ചെറുതൊന്നും ആയിരിക്കില്ല. അസാധാരണമായ ദൈവപ്രവൃത്തി അവൻ നമുക്ക് വേണ്ടി ചെയ്യും. അച്ഛൻ്റെ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം രസകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? രസകരമായ അനുഭവം, അതെ, നല്ല രസകരമായിട്ട് അനുഭവം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിലൊരെണ്ണം പറയാം. ഓക്കെ. ഞങ്ങളൊരിക്കൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എൻ്റെ കൂടെയുള്ള ഡാനി, പിന്നെ ബോവസ്, ഞങ്ങളിങ്ങനെ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്കൊരു 12 hours വർഷിപ്പിന് വേണ്ടി പോകണം. അപ്പോൾ രാത്രിയിൽ ട്രെയിൻ കയറാൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുക. ഞങ്ങൾ ട്രെയിൻ നോക്കുമ്പോൾ അതൊരു August 15th ആണ്. അപ്പോൾ ഭയങ്കര തിരക്ക്, തലേദിവസം രാത്രി ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും ആ ട്രെയിനിൽ കയറിയില്ലെങ്കിൽ ഞങ്ങൾ ആ മീറ്റിംഗ് മിസ്സാവും, ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ അവിടെ ഈ എമർജൻസി എക്സിറ്റ് ഉണ്ടല്ലോ, മറ്റേ വിൻഡോയുടെ അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് കാണും. കാരണം ഫുൾ തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് കീബോർഡായിട്ട് അതിനകത്തോട്ട് കയറാനേ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് പെട്ടെന്ന് ആ ഗ്യാപ്പിൽ കൂടെ ഞാൻ അവിടെ അകത്ത് നിൽക്കുന്നവരോട് ചോദിച്ചു,
ഈ കീബോർഡ് ഇതിലെ കൂടെ തന്നു കഴിഞ്ഞാൽ തരാൻ പറ്റുമോ? ഒന്ന് മേടിച്ച് പിടിക്കാമോ? yeah. ഞങ്ങൾ അതിലെ കൂടി കയറാം, ഇതിലെ കൂടി കയറി കീബോർഡും കൊണ്ട് വരാൻ പറ്റുന്നില്ല. Yeah. അപ്പോൾ അവിടെ നിൽക്കണവർ പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല തന്നേക്കാൻ പറഞ്ഞു. Yeah. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ കീബോർഡ് ഇതിനകത്തോട്ട് തരട്ടെ എന്ന് ചോദിച്ചു. Yeah. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ തന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഡാനിയോട് ഞാൻ പറഞ്ഞു മോനെ നീ അകത്തോട്ട് ഓടി കയറിക്കോ, Yeah. ഞാൻ ഇതിലൂടെ കീബോർഡ് തരാം. Yeah. അപ്പോൾ ബോവസ് അവനധികം വലിയ പ്രായമൊന്നുമില്ല. Yeah. അപ്പോൾ പുള്ളി ഇങ്ങനെ പതുക്കെ സൈഡിൽ കൂടെയൊക്കെ പുള്ളി കയറി വരുന്നുണ്ട്. Yeah. അപ്പം ഞാൻ ഈ ഇത് അകത്തോട്ട് കൊടുക്കുമ്പോൾ Yeah. അവിടെ ഒരു തമിഴ് ഫാമിലി, ഒരു ഹസ്ബൻഡും വൈഫും ഒരു കുഞ്ഞും കൂടെ Yeah. ഈ വിൻഡോ സൈഡിൽ ഇരിപ്പുണ്ട്. അച്ഛാ. ആ വിൻഡോ സൈഡിൽ ഇരിക്കുന്ന അവർ ഞാൻ നോക്കുമ്പോൾ ഈ പുള്ളിക്കാരത്തി കിടന്ന് ഉറങ്ങുക, ഇത് ആ ലേഡി ഉറങ്ങുവാണ്. Yeah. അപ്പം ഇവര് ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ 2 ബെർത്തിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു തൊട്ടിൽ പോലെ Oh, കെട്ടി okay. Yeah. അതിനകത്ത് ഈ കൊച്ചിനെ കൊച്ചിനെ കിടത്തിയിട്ടാണ്. കിടത്തിയേക്കാണ്. Yeah. അപ്പം ഞാൻ ആ ഹസ്ബൻഡിനോട് ചോദിച്ചു ഞാനിത് കയറ്റിക്കോട്ടെ. അപ്പോൾ പുള്ളി ഒരു കൊച്ചിനും കൊള്ളരുത്. ഞാൻ പറഞ്ഞു ഇല്ല അതൊന്നും ചെയ്യാതെ എടുത്തോളാം. Yeah. അപ്പോൾ ആ നാട്ടുകാരൊക്കെ നമ്മുടെ കൂടെ, Yeah. അവർ പറഞ്ഞു അതിനെന്താ തന്നോളാൻ പറഞ്ഞു. Yeah. കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഈ പുള്ളിക്കാരത്തി ഇടയ്ക്ക് കണ്ണു തുറന്നു. Yeah. കാരണം ഈ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിൻ്റെ അമ്മ കണ്ണു തുറന്നു. കണ്ണു തുറന്ന സമയത്ത് പുള്ളിക്കാരത്തി നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല, പകരം ഒരു കറുത്ത സാധനം ഇവരുടെ മുമ്പിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പോയിക്കൊണ്ടിരിക്കുന്നു. ഇവര് ഞാൻ ആ കൊച്ചിനെ എന്തോ ചെയ്തു എന്ന് കരുതി. ഓ. എമർജൻസി എക്സിറ്റ് അല്ലേ, Yeah. മറ്റേ ഇതൊന്നുമില്ല, Yeah. Yeah. എന്താ പറയാ വിൻഡോയുടെ വിൻഡോയുടെ തുറക്കുന്നില്ല. ഇതൊന്നുമില്ല, ഫ്രീ ആയിട്ട് കിടക്കുന്ന Yeah. സ്ഥലം. Yeah. ഈ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ അതാ നല്ലൊരു വലിയ സൈസ് അമ്മയാ. അടിപൊളി. അവരുടെ കൈയൊക്കെ ഒരു സൈസ് വരും. ഈ പുള്ളിക്കാരത്തി തിരിഞ്ഞൊക്കെ വന്നിട്ട് Yeah. ഡേ എൻ കൊളന്തേന്ന് പറഞ്ഞ ഒറ്റ അടി അടിച്ചു. അടി കിട്ടിയിട്ട് ഈ കണ്ണിക്കൂടി പൊന്നീച്ചൊക്കെ പറക്കുമെന്ന് പറയുന്നത്. എൻ്റെ ഞാനിങ്ങനെ കറങ്ങിപ്പോയി കുറച്ചു നേരത്തേക്ക്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ല. പെട്ടെന്ന് കീബോർഡ് അകത്തോട്ട് അവര് കീബോർഡിലൊക്കെ ഇട്ട് ഇടിക്കാൻ നോക്കും. അവർ പെട്ടെന്ന് ഡാഡി അകത്തുനിന്ന് കീബോർഡ് വലിച്ചൊക്കെ എടുത്തു. Yeah. നാട്ടുകാരെല്ലാരും കൂടെ പുള്ളിക്കാരത്തിനടുത്ത് ചെയ്തു. ഞങ്ങൾ ചാടി അകത്ത് കയറി. Yeah. എനിക്കവരെ ഇടിക്കണം. അതുപോലത്തെ അടിയായിരുന്നു അടിപൊളി അടിയാ എല്ലാം കിട്ടിയത്. Yeah. പുള്ളിക്കാരത്തെയാ. പക്ഷെ പ്രത്യേകത എന്താണെന്നറിയാമോ, ഞാൻ അന്ന് രാത്രി ആ യാത്ര മുഴുവൻ തകർന്നിരിക്കുക. Yeah. അടി കിട്ടിയതിന്റെ വിഷമം സഹിക്കാൻ വയ്യാടിക്കിരിക്കുക. Yeah. ഞങ്ങള് എന്ത് ചെയ്തു അവിടെ ചെന്ന് കയറുന്ന സമയത്ത് ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളെ റിസീവ് ചെയ്ത പാസ്റ്ററിന്റെ അവിടെ ചെല്ലുമ്പോൾ Yeah. അവിടെ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ ഈ പാസ്റ്റർ ആണെങ്കിൽ പാസ്റ്ററിന്റെ വൈഫ്, മോൻ, ഉം. ഇവരാരും ഞങ്ങളെ മൈൻഡൊന്നും ചെയ്യുന്നില്ല. Uh-huh. ഇവര് ഭയങ്കര എന്തോ ഒരു വലിയ താല്പര്യമില്ലാത്ത രീതിയിലൊക്കെ. Okay. ഞങ്ങൾക്ക് ഇവരെന്താ സംഭവിക്കുന്നത് അറിയില്ല. Yeah. ഞങ്ങൾ ചെന്നു റൂമിൽ ചെന്നു, Yeah. വെളുപ്പിനെത്തി. Yeah. റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറങ്ങാൻ വേണ്ടി കിടക്കാതെ വിചാരിച്ചു. പക്ഷെ എൻ്റെ മനസ്സ് മുഴുവൻ ആകെ തകർത്തിരിക്കുമല്ലോ. Yeah. ഞാൻ പെട്ടെന്ന് ഡാനിയോട് പറഞ്ഞു, ഡാനി എടാ എനിക്ക് ഞാൻ മനസ്സ് ശരിയല്ല, Mhm. നമുക്കൊന്ന് പ്രാർത്ഥിക്കാതിരിക്കുക. Yeah. Yeah. ഇന്ന് എന്തോ ഒരു സംഭവമുണ്ട്. Yeah. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാതിരിക്കുക. അടിയും കിട്ടി ആകെപ്പാടെ നാശമായി വല്ലാത്തൊരവസ്ഥയിലാണ്. Yeah. ഞങ്ങളെന്ത് ചെയ്തു, പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നു. Yeah. അപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോയ ബോസിനെ അടിച്ചെഴുതേപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. Yeah. അവരെ എഴുതി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ബോസ് കുഞ്ഞിലെ അഭിഷേകമൊക്കെ പ്രാപിച്ചു. പക്ഷെ പുള്ളി അതൊക്കെ പോയി പുള്ളി Mm. അതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുന്നൊരു വലിയ സമയമായിരുന്നു. ഞങ്ങൾ അന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് അടി കിട്ടിയ സങ്കടം ഉണ്ടായിരുന്നെങ്കിലും Yeah. ഞാൻ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ ദിവസം കരഞ്ഞങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ കഴിഞ്ഞ രാത്രി ഒട്ടും നല്ലതല്ല നടന്നത്. Yeah. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ശുശ്രൂഷിക്കണം. Yeah. നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം. Yeah. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ അന്യഭാഷയിലോട്ട് കയറി. അന്യഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അന്ന് ബോസ് ഭയങ്കരമായിട്ട് അങ്ങ് അഭിഷേകത്തിലൊക്കെ നിറഞ്ഞു. Mhm. ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോഴത്തെ താഴേക്ക് അയൺ ചെയ്യാനായിട്ടൊരു കുറേ നേരം ഞങ്ങൾ 2-2.5 മണിക്കൂറോളം പ്രാർത്ഥിച്ചു. Yeah. ഇത് കഴിഞ്ഞ് താഴെ വരുമ്പോഴത്തേക്കും അടുക്കളയിൽ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കാം. Yeah. നോക്കുമ്പോൾ അവിടുത്തെ ആൻറ്റി അവിടെ തറയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളിക്കാരത്തി പ്രാർത്ഥിച്ചുകൊണ്ട് കരയുക. Yeah. ഹോളിൽ ആ പാസ്റ്റർ ഇരുന്ന് കരയുന്നു. അപ്പുറത്തെ റൂമിൽ മോനിരുന്ന് കരയുന്നു. Yeah. കാര്യം ആ മേളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് വെളിപ്പെട്ടൊരു ദൈവസാന്നിധ്യം Yeah. അത് ആ വീടിനകത്തുണ്ടായിരുന്ന മുഴുവൻ വ്യക്തികളെയും എന്ത് ചെയ്തു, Touch Jesus. ടച്ച് ചെയ്തു. Amen. അതിലെ പ്രത്യേകത എന്ന് പറയുന്നത് Yeah. ആ കുടുംബം കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് വീടിനകത്ത് ഭയങ്കര പ്രശ്നങ്ങൾ നടന്നിട്ട് ഹസ്ബൻഡും വൈഫും എന്ത് ചെയ്തിട്ടില്ല, പരസ്പരം സംസാരിക്കുന്നില്ല. Yeah. അവർ തമ്മിൽ ഒരു വല്ലാത്തൊരു സാഹചര്യത്തില് ഏത് സമയത്തും എന്ത് സംഭവിക്കാന്നുള്ള സിറ്റുവേഷനിൽ അവർ നിൽക്കുന്നതാ. Yeah. പക്ഷേ അന്ന് ആ പകലിലുണ്ടായ ആ ദൈവപ്രവർത്തി ആ കുടുംബത്തിന്റെ അവസ്ഥ മാറ്റി. Yeah. അന്നത്തെ ദിവസത്തെ മീറ്റിംഗ് രാവിലെ ഞങ്ങൾ കയറിയിട്ട് വൈകുന്നേരം മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത്
സാധാരണമായ ദൈവപ്രവർത്തികൾ ഞങ്ങളവിടെ കണ്ടു. Amen. മനസ്സിലായോ? Yeah. ഇത് രസകരമായ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. അന്ന് അങ്ങനെ ആ ദിവസത്തെ ഒരു വിടുതലിൻ്റെ Yeah. ദൈവപ്രവൃത്തി ആ കുടുംബത്തോട്, ആ ദേശത്തോട്, ആ കോൺഗ്രിഗേഷനോട് കർത്താവ് ചെയ്യാനുണ്ട്. പക്ഷേ തലേ ദിവസം രാത്രിയിൽ എൻ്റെ സമാധാനം നശിക്കുന്ന, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷിക്കാൻ പോകുന്ന വ്യക്തിക്ക് ഒരു കാരണമില്ലാണ്ട് അടിയൊക്കെ കിട്ടി നമ്മൾ വല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ചെല്ലുമ്പോൾ Yeah. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന പോയി, നമ്മുടെ എല്ലാ സംഭവങ്ങളും പോയി. അതെ, അതെ, അതെ. ഒന്ന് പാടാൻ പോലും നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സാഹചര്യത്തിൽ പറ്റാത്തൊരവസ്ഥയിലേക്ക്. Yeah. പക്ഷേ എന്ത് ചെയ്തു? ആ സിറ്റുവേഷൻ തകർക്കാൻ പിശാച് നോക്കിയെങ്കിലും Yeah. ദൈവം ഞങ്ങൾ എന്ത് ചെയ്തു? മാറ്റിയെടുത്തു. സ്റ്റോറി ചെയ്തു. Amen, amen, amen. മനസ്സിലായ? അതുകൊണ്ട് തന്നെ നമ്മളെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ, നമ്മുടെ ഭാവിയിൽ അങ്ങനെ ഒരു ശുശ്രൂഷകളുണ്ടെങ്കിൽ Yeah. ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പിശാച് നമ്മളെ പിശാച് തകർക്കാൻ കൊണ്ടിടും. നോക്കിക്കൊണ്ടിരിക്കും. അതെ, അതെ. മനസ്സിലായോ? പക്ഷെ തോറ്റുകളൊക്കെ Amen, amen. ധൈര്യത്തോടു കൂടി ഇതിൽ Amen. എല്ലാത്തിനും ഇടിച്ച് പൊളിച്ച് പിന്നെ തിരിച്ചു കയറി Amen, വരാം. amen. മനസ്സിലായോ? Beautiful, beautiful. അതായത് തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം. മിനിസ്ട്രിയിൽ ഫാമിലിയുടെ സപ്പോർട്ടും അതിന്റെ പ്രയോറിറ്റിയും എന്താണെന്നൊന്ന് പറയാമോ? ഒരു മിനിസ്റ്ററിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം, Yeah. ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം, കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സേഫായിട്ടുള്ളൊരു ഒരു ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടാണ്. Yeah. കാരണം എന്നെ കറക്റ്റ് ചെയ്യുന്ന, എന്നിലെ നല്ല വശങ്ങൾ നോക്കി പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് Yeah. ഇപ്പം ഞാനൊരു ശുശ്രൂഷയിൽ കയറി നിൽക്കുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന, എൻ്റെ വായിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു വാക്കിന് വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ എൻ്റെ വൈഫ് അപ്പം തന്നെ എന്നെ വിളിച്ചിട്ട് പറയും, ആ ഒരു വാക്ക് Yeah. അതിന് മേലെ ഉപയോഗിക്കരുത്, Yeah. സോ അത് നല്ലതല്ല. Yeah. അങ്ങനെയൊക്കെ എന്നെ കറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ Yeah. ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നു. Yeah. ഞാൻ മുമ്പേ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, ഞാൻ എവിടെ മീറ്റിങ്ങിന് പോകുന്നു, ഏത് ടൈം ഏത് Time zone-ലാണ്. സോണിലാണോ Yeah. അതൊന്നും വിഷയമാക്കാതെ Yeah. പാതിരാത്രി ആണെങ്കിൽ പോലും ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വൈഫ് Amen. എനിക്കുണ്ട്. അതെൻ്റെ ഒരു ഭയങ്കര ഒരു Blessing ആണ്. ബ്ലെസ്സിങ് ആണ്. അതെ. അപ്പം തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ശുശ്രൂഷകന്മാർ കുടുംബജീവിതത്തിലോട്ട് കയറുന്ന സമയത്ത് നന്നായി പ്രാർത്ഥിച്ച്, മനസ്സിലായോ, കർത്താവിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? പ്രാപിക്കണം. അത് പ്രാപിക്കണം. Yeah, yeah. മനസ്സിലായി? നമ്മുടെ എന്താ പറയുക, ബാഹ്യമായിട്ടുള്ള സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ഇത് കുഴപ്പമുണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കുഴപ്പമില്ലായിരിക്കും, കുഴപ്പമില്ലായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നതെങ്കിൽ നമ്മൾ Yeah. പതറിപ്പോകും. Amen. അനുഭവങ്ങൾ ഒരുപാടുണ്ട്, അതെ, ശരി. ഒരുപാട് പേരുടെ അനുഭവങ്ങളുണ്ട്. അതെ, പക്ഷേ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന, Yeah. മനസ്സിലായോ, നമ്മളെ യഥാർത്ഥ ശുശ്രൂഷകനെ പുറത്തു വരാനായിട്ട് ആഗ്രഹിക്കുന്ന, Yeah. ആ തലത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെയെങ്കിൽ Yeah. നമ്മുടെ സക്സസ് ആണ്. അപ്പോൾ തന്നെ എൻ്റെ മാതാപിതാക്കൾ, Yeah. ഞാൻ എൻ്റെ സഹോദരങ്ങളൊക്കെ ഒരുപോലെ തകർന്നു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. Yeah. ആ സാഹചര്യത്തിലൊക്കെ എൻ്റെ പിതാവും മാതാവൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ Yeah. അവർ പോരാടിയത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ശുശ്രൂഷയിലോട്ട് കടന്നു വന്നത്. അതെ, തീർച്ചയായും. എൻ്റെ അപ്പനൊക്കെ രാത്രി കാലങ്ങളിൽ 2 മണിക്കൊക്കെ കാൽക്കൽ വന്നിരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Yeah. ഈ കുഞ്ഞുങ്ങൾ നശിച്ചു പോകരുത്, ഇവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. Yeah. അപ്പം അതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ സത്യം പറഞ്ഞ ശുശ്രൂഷയിൽ നമ്മെ ഏറ്റവും അധികം ബലപ്പെടുത്തുന്ന ഒരു Yeah. ഏരിയ. Yeah. അതിന് പ്രയോറിറ്റി കൊടുക്കണം. Yeah. മനസ്സിലായി? അതിന് സമയം കൊടുക്കണം. Yeah. വെറുതെ കറങ്ങി നടന്ന് അവിടെ ഇവിടെയൊക്കെ നടന്ന് മറ്റേ എന്താ പറയുക, തോന്നിവാസം നടന്നിട്ട് നടക്കരുത്. പകരം കിട്ടുന്ന ഏറ്റവും ക്വാളിറ്റി ടൈം കുടുംബത്തിൻ്റെ കൂടെ തന്നെ ആയിരിക്കണം. മനസ്സിലായോ? അവരെ കൂടുതൽ സ്നേഹിച്ച് അവരുടെ കൂടെ നിന്ന്, മനസ്സിലായി, അവർക്ക് നമ്മൾ അവൈലബിൾ ആയിരുന്നു, മനസ്സിലായി, അവർക്ക് അവരുടെ അകത്ത് ഒരിക്കലും ഒരു നിരാശ ഉണ്ടാകരുത്. മനസ്സിലായി? ആ രീതിയിൽ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം. Beautiful, Acha. Beautiful. So there's a saying called your tests will be turned into testimonies. ടെസ്റ്റിമോണീസ് എന്ന് പറയുമ്പോൾ ടെസ്റ്റിമോണീസിന് ഒട്ടും പഞ്ഞമില്ലാത്ത ഒരാളാണ് അച്ചാച്ചൻ. പറയാൻ പോയ എല്ലാ കാര്യവും ഓരോ ദിവസവും ദൈവം നടത്തുന്നതിനെ ഒരു ടെസ്റ്റിമോണി ആയിട്ട് പറയാൻ സാധിക്കും. എനിക്ക് പേഴ്സണലി അറിയാവുന്നത്, ഞാൻ കേട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ അച്ചാച്ചൻ്റെ ആക്സിഡൻറ്റ് ഞങ്ങളെ എല്ലാവരെയും അറിയാം. അച്ചാച്ചനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഹൃദയം തകർത്തൊരു ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തതിലും ഉപരിയായി ദൈവത്തിൻ്റെ ഒരു ഹാൻഡ് കണ്ടൊരു ആക്സിഡൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിനെക്കുറിച്ച് അച്ചാച്ചനൊന്ന് ഷോർട്ടായിട്ടൊന്ന് പറയാമോ? അത് ഈ വാട്ട് എവർ യു വാണ്ട് ടു സേ അബൌട്ട് യുവർ ആക്സിഡൻറ്റ്? ശരിക്കും ഞാനിതിനെ ആക്സിഡൻ്റ് എന്നല്ല ഇത് ശരിക്കും പറയാം, എനിക്ക് പറയാൻ ആഗ്രഹം. പക്ഷേ ഞാനിതിനെ പറയുന്നത് എപ്പോഴും എനിക്ക് കർത്താവുമായിട്ട് ലഭിച്ച ഒരു എന്താ പറയുക, ഒരു ഹെവൻലി എൻകൗണ്ടർ, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ ഞാനിതിനെ പറയും. കാരണം എൻ്റെ ലൈഫിനെ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്ത, മിനിസ്ട്രിയെ ഒരുപാട് അപ്ഗ്രേഡ് ചെയ്ത,
ഞങ്ങളുടെ ഫാമിലിക്കകത്തുണ്ടായിരുന്ന സ്നേഹത്തെ വീണ്ടും വർദ്ധിപ്പിച്ച, Yeah. മനസ്സിലായോ? Yeah. അങ്ങനത്തെ ഒരു നല്ലൊരു സിറ്റുവേഷൻ ആയിട്ടൊക്കെയാണ്. കാരണം Yeah. പെയിൻഫുൾ ആയിരുന്നു. Yeah. ഞാൻ ഭയങ്കരമായിട്ട് വേദന അനുഭവിച്ചു. ഈവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തോംസൺ, Yeah. ഞങ്ങൾ ഇന്നും ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആ അനുഭവിക്കുന്നു. പെയിൻ അനുഭവിക്കുന്നുണ്ട്. Yeah. മാസങ്ങൾ വർഷങ്ങളെടുക്കും ഞങ്ങളുടെ റിക്കവറിയുടെ Completion സാഹചര്യം എന്ന് ലേക്ക് പറഞ്ഞു. എത്താൻ. Yeah. പക്ഷെ അവിടെ എല്ലാം ദൈവം ഞങ്ങളുടെ കൂടെ നിന്നു. Amen. മനസ്സിലായോ? Amen. Yeah. ഈ ഞാൻ ആ ആക്സിഡൻറ്റ് നടക്കുന്ന ആ സ്പോട്ട് എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ അത് തെളിഞ്ഞു കിടപ്പുണ്ട്. Yeah. മനസ്സിലായോ? Yeah. ഞാൻ എനിക്ക് ബോധം വരെ ഞാൻ കണ്ണു തുറക്കുന്ന സമയത്ത്, അതായത് ആക്സിഡൻറ്റ് നടന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ശരീരം മുഴുവൻ ബ്ലഡാണ്. എൻ്റെ ഫേസ് കംപ്ലീറ്റും ഗ്ലാസ് പീസസ് കുത്തി കയറിയിരിക്കുകയാണ്. എൻ്റെ ഈ ഫ്യൂമോ ബോൺ ഇവിടുന്ന് രണ്ടായിട്ട് ഒടിഞ്ഞത് പിരിഞ്ഞ് സീറ്റിനുള്ളിൽ കയറിയിരിപ്പുണ്ട്. Yeah. കൈയും കാലൊന്നും അനങ്ങുന്നില്ല, മൊത്തം ഷിവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. Yeah. എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, തിരിയാൻ പറ്റുന്നില്ല. Yeah. ഈ എയർ ബാഗിൻ്റെ അറ്റാക്കൊക്കെ കിട്ടിയിട്ട് ആകെപ്പാടെ Yeah. പടച്ചിരിക്കുക. Yeah. ഞാൻ അങ്ങനെ ഒന്ന് നോക്കുമ്പോഴത്തേക്കാണ് തോംസൺ സ്റ്റിയറിംഗ് വീലകത്തേക്ക് ഇടിച്ച് കയറി അതിനകത്ത് കമന്ന് കിടക്കുന്നു. Yeah. ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കാം, മോനോട് എന്താ പറ്റിയേ? അച്ഛാ എനിക്ക് അറിയില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയണ്ട. ഉടനെ തന്നെ പുള്ളി ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ മരിച്ചു പോകുമോ? ഉം. കാരണം ആ ടെൻഷനാണ് അതെ, അതെ. അകത്തുണ്ടായിരുന്ന അതെ, ആ ഇത്. മരിച്ചു പോകുമോ ചാന്ന്? ഞാൻ പറഞ്ഞു ഇല്ലടാ, അങ്ങനെയല്ല. ദൈവം നമ്മളെന്ത് ചെയ്യില്ല, കൈവിടില്ല. കൈവിടില്ല. പക്ഷെ ഇത് ഞാൻ അവിടെ പറയുമ്പോഴേ എൻ്റെ ഉള്ളിൽ അതെ. പടക്കുക. കാരണം എൻ്റെ വൈഫിൻ്റെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഫേസ് ഓടി ആ മറിയുകയാണ്. സമയത്ത് ഓടി മുമ്പിലിട്ട് അതെ. വരുമ്പോഴത്തേക്കും അതെ. ഇതിന് ആകെപ്പാടെ തകർന്നു പോയി. അതെ. കാരണം എനിക്കറിയാം അടുത്തത് മരണമാണ്. Yeah. അതുപോലത്തെ ഒരു പെയിൻ ശരീരത്തിലുണ്ട്. Yeah. എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും ഒരു ഐഡിയ ഇല്ല. Yeah. ചുറ്റിനും വണ്ടിയുടെ ചുറ്റിനും ആൾക്കാർ കിടന്ന് ഓടുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല ഇവർ നമ്മൾ തുറന്ന് രക്ഷിക്കുമോ, ഒരു പിടി അറിയില്ല. Yeah. ഞാൻ അവിടെ യേശുവെന്ന് വിളിക്കുമ്പോൾ Yeah. ഞാനോട് പറഞ്ഞു, മോനോട് വഴി നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല, അനുവദിക്കില്ല. നമുക്ക് കർത്താവിനെ വിളിക്കാടാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി വിളിക്കുക യേശുവേന്ന്. ആ സമയത്ത് എൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു. അവർ പുറത്തേക്ക് വലിക്കുമ്പോൾ ഞാൻ പറയുന്നു, എൻ്റെ കാല് ഇവിടെ ഇങ്ങനെ ലോക്കാണ്. Yeah. ആ സമയത്ത് ഒരു മനുഷ്യൻ കയറി വരിക, ഒരു വൈറ്റ് ഷർട്ടും മുണ്ടും ഒക്കെ ധരിച്ച്, Yeah. നല്ല ഉയരവും നല്ല വണ്ണവും. അവിടെ നിൽക്കുന്നവരോട് മാറിക്കിടാന്ന് പറഞ്ഞിട്ട് തട്ടി മാറ്റിയിട്ട് Yeah. അടുത്ത് നിന്നിട്ട് പറയുക, മോനെ ഞാൻ നിന്നെ എടുത്തോളാം. ആരോ നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാൾ വന്നിട്ട് പറയുന്ന പോലെ പറയുന്നത് ഫീൽ. പോലെ. Yeah. എന്നെ ഈ കുരിയും കിടന്ന് കാല് ഊരിയെടുത്ത് എന്നെ രണ്ട് കയ്യിൽ കോരിയെടുക്കുമ്പോൾ അവിടെ ഉള്ളവർ വിളിച്ചു പറയാം, ആ കടയുടെ തന്നെ കൊണ്ട് കിടത്തിക്കോ. പക്ഷെ ആ മനുഷ്യൻ പറയാണ്, നോ, ആംബുലൻസ് വരാതെ ഞാൻ നിന്നെ തറയിൽ വെക്കില്ല. കൊച്ചു പിള്ളേരെ നമുക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാം, അതെ. പക്ഷേ ഒരു തനിക്കെത്താൻ പോകുന്ന ആളെയൊക്കെ നമുക്ക് ഇതില്ല. അതെ, അതെ. Impossible ആണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഈ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തളർന്നു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് പിന്നെയും കൂടും. അതെ, അതെ. ഈ പുള്ളി എന്നിട്ട് അതും പിടിച്ചുകൊണ്ട് നിൽക്കുക. ഒരു 10-15 മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ടാവും ഈ ആംബുലൻസ് വരാൻ. അതുവരെ ഈ മനുഷ്യനെ ഹോൾഡ് ചെയ്ത് നിൽക്കുക. Yeah. അതൊരു ഭയങ്കര ദൈവപ്രവൃത്തിയായിട്ട് തന്നെ ഞാൻ കാണുക. അതെ, അച്ഛാ. ആ വചനം ആ സമയത്ത് എൻ്റെ അകത്ത് കയറി വന്ന് ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വഹിക്കുന്ന ദൈവം വഹിക്കുന്ന അത്രേ. ദൈവമാ. Amen. മനസ്സിലായോ? Amen. ഞാനൊരു തെരുവിൽ പാടി തുടങ്ങിയ ഒരു മനുഷ്യനാണ്. Yeah. ആ തെരുവിൽ എന്നെ തകർക്കാനായിട്ട് പിശാച് പദ്ധതി ഓർക്കുക. Yeah. മനസ്സിലായോ? Yeah. അവിടെ തന്നെയായിരുന്നു എൻ്റെ എന്താ പറയുക, ഞാൻ കയറിയത് ശോധനയുടെ വേഗം അവിടെ തന്നെ വിളിച്ചു. Yeah. എവിടെയാണോ ആരംഭിച്ചത് അവിടെ Amen. തന്നെ. Amen. പക്ഷേ ദൈവം എന്ത് ചെയ്തില്ല, കൈവിട്ടില്ല. കൈവിട്ടില്ല. ബലം പകർന്നു, Amen. ശക്തി പകർന്നു. Amen. കോംപ്ലിക്കേഷൻസിൻ്റെ ഒരു വലിയ നീണ്ട നിര. Yeah. ഇൻറ്റേർണൽ ഇഞ്ചുറീസ് ഭയങ്കരമായിട്ട് 2 സ്ഥലത്ത് എൻ്റെ സർജറി സ്റ്റൊമക്കിൽ തന്നെ ചെയ്യണം. എൻ്റെ 2 സ്ഥലത്ത്, അതായത് ഇൻഡസ്ട്രീൻ 2 സ്ഥലത്താണ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. എൻ്റെ ഫ്യൂമോ ബോണ്ട് സർജറി Yeah. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എൻ്റെ നീ റീകൺസ്ട്രക്ഷൻ സർജറി നടന്നു. Yeah. ഇനി എനിക്ക് ഇംപ്ലാന്റ്സ് റിമൂവ് ചെയ്യേണ്ട സർജറി ഉണ്ട്. Yeah. അപ്പോൾ തന്നെ എൻ്റെ ഹിപ്പിൽ ഒരു എക്സ്ട്രാ ബോണ്ട് ഗ്രോത്ത് വന്നിട്ട് അതും എനിക്ക് ഭയങ്കര പെയിൻഫുള്ളാണ്. Yeah. അതും സർജറി ചെയ്ത് മാറ്റേണ്ടതാണ്. ശരീരത്തിൻ്റെ മസിൽസ് കംപ്ലീറ്റ് പൊട്ടിപ്പോയി. മനസ്സിലായി? അസ്ഥിയും മാംസവും തമ്മിലുള്ള ബന്ധം പൊട്ടിപ്പോയി. ഇതിൻ്റെ എല്ലാം റിക്കവറി എന്ന് പറഞ്ഞാൽ വർഷങ്ങളാണ് ഡോക്ടേഴ്സൊക്കെ അതെ, അച്ഛാ. പറഞ്ഞിരിക്കുന്നത്. അതെ, അച്ഛാ. എന്നോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, നീ 3 വർഷം കഴിയാതെ ഇനി പാട്ട് പാടാൻ കൊണ്ട് പറ്റത്തില്ല. കാരണം ലങ്സൊക്കെ അതുപോലെ ഇഞ്ചോർഡായി. Yeah. മനസ്സിലായോ? ലൈഫിൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ സാഹചര്യം. Yeah. മനസ്സിലായോ? ഡോക്ടേഴ്സ് തന്നെ വൈഫിനെയൊക്കെ വിളിച്ചിട്ട് ഭയങ്കര സങ്കടത്തോടെ പറയുക, കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്? 3 പേര്. പെൺകുട്ടികളാണോ ആൺകുട്ടിയാണോ? പെൺകുട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വിഷമം എന്ന് പറയുന്ന സാഹചര്യം. Yeah. ഇതൊക്കെ ആ ഫാമിലി അതിനെ ഓവർകം ചെയ്തത്. Yeah. എൻ്റെ ഫാമിലി, എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ സുഹൃത്തുക്കൾ കൂടെ നിന്നത്, ഇതൊക്കെ ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ലോകം മുഴുവനുള്ള ദൈവമക്കളുടെ പ്രാർത്ഥന അതെ, ലഭിച്ചത്. അതെ, അതെ. ഞാൻ എപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് പറയും. കാരണം ഇത്രയും ആളുകൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. Yeah. മനസ്സിലായോ? അച്ഛാ. പക്ഷേ അങ്ങനെ കിട്ടുക എന്ന് പറയുന്നൊരു വലിയൊരു കാര്യമാണ്. വലിയൊരു ഭാഗ്യമാണ്. ഞാൻ വീട്ടിൽ വന്ന സമയത്ത് എന്നെ വിളിച്ച അച്ഛന്മാർ, Yeah. കന്യാസ്ത്രീമാർ, Yeah.
മനസ്സിലായി? ഇത് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. അതെ അതെ അവർ വിളിച്ചിട്ട് പറയാം, മോനെ നീ ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമാണ്. മനസ്സിലായോ? ആമേൻ. ഒരു അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയാ, യാക്കോബയിലൊരു അച്ഛനാ. അച്ഛൻ വിളിച്ചിട്ട് പറയാ, മോനെ വീഡിയോയിൽ കൂടെ തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? മക്കൾ മുട്ടുകുത്തി നിൽക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദൈവം അവരോട് പറയാണ്. ആ അപ്പം പറയാണ്, മക്കളെ ഇതറിയാവോ? Yeah. തീയിലൂടെ ശോധന കഴിഞ്ഞ് പുറത്തു വന്നിരിക്കുന്നൊരു ദൈവ മനുഷ്യനാ. ആമേൻ. ഈ പുള്ളി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ. Yeah. മനസ്സിലായി? ഇങ്ങനെയൊക്കെ ഒരു അപ്ഗ്രേഡിങ് എന്നൊക്കെ പറയുന്ന ലൈഫിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല. പ്രതീക്ഷിക്കുന്നില്ല. മനസ്സിലായോ? അതെ അച്ഛാ, അതെ അച്ഛാ. അപ്രതീക്ഷിതമാണ് ലൈഫ്. നമുക്കറിയില്ല നമ്മുടെ ലൈഫിൽ നാളെ എന്താ സംഭവിക്കുക. അതെ അതെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, Yeah. വിശ്വസ്തനായ ഒരു ദൈവം കൂടെയുണ്ട്. ആമേൻ. കൈവിടില്ല, Yes, yes, കൈവിടില്ല. yes. പലരും പറഞ്ഞു ഇതോടെ തീർന്നു, ലോഡ്സൺ കഴിഞ്ഞു. തീർന്നു. Yeah. എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് പല മാധ്യമ പ്രവർത്തനം, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ. അതായത് അവർക്ക് കിട്ടിയ ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും പോയി എന്നുള്ള എന്നുള്ളതാണ്. രീതിയിലുള്ള ന്യൂസുകൾ വരെ കിട്ടിയിട്ട് പ്രത്യാശയുടെ അക്രനാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് പ്രിപ്പയർ ചെയ്ത ആളുകളെ എനിക്കറിയാം. എൻ്റെ സുഹൃത്തുക്കൾ പലരും കണ്ടവർ പറഞ്ഞു, ഞാൻ ആ സമയത്ത് നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോ തപ്പി. എന്തിനാ ഇടാൻ വേണ്ടിയിട്ട്. അച്ഛാ മിസ് യു അച്ഛാന്നൊക്കെ പറഞ്ഞ് ഇടാൻ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നും ഞാനത് ഭയങ്കര സന്തോഷത്തോടെ കരുതുക. കാരണം ഞാൻ എനിക്ക് എൻ്റെ ക്ലോസ് റേഞ്ചിൽ എൻ്റെ കർത്താവിനെ കിട്ടിയൊരു അവസരമായിരുന്നു. മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല, പക്ഷെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നു. നമ്മുടെ മാനസിക തലങ്ങളിൽ നമ്മളുണ്ടാകുന്ന പ്രയാസങ്ങൾ, കടന്നുപോയ ട്രോമ എന്നൊന്നും പറഞ്ഞാൽ ചെറുതൊന്നുമില്ല. ചെറുതല്ല. ഐസിയുവിനകത്തൊക്കെ കിടന്ന് ഉറക്കമൊന്നും വരത്തില്ല. Yeah. രാത്രികളിലൊന്നും ഉറക്കമില്ല. Yeah. കാണുന്ന ഡ്രീംസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭയാനക. Yeah. കണ്ണിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വലിയ കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് കുഞ്ഞൊക്കെ താഴെ വീണ് എൻ്റെ മുമ്പിൽ ബ്ലഡ് പടയ്ക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് രാത്രി ചാടി എഴുന്നേറ്റ് വിറച്ചിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതേ അവസ്ഥയിൽ അപ്പുറത്ത് കിടക്കുന്നതാണ് തോംസൺ. ഞാൻ ചോദിക്കും, മോനാടാ നീ ഉറങ്ങുന്നില്ലേ? ഒരാഴ്ച ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. Yeah. ആ ഐസിയുക്കകത്ത് അന്യഭാഷ പറഞ്ഞു അതിനെ ജയിച്ച അവസരങ്ങൾ. Yeah. മനസ്സിലായ? അച്ഛാ. പല സാഹചര്യങ്ങളിൽ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി മുമ്പോട്ട് പോവില്ല. ഇത് പറയുമ്പോഴൊക്കെ എന്താ പറയുക, അസാധാരണമായ ദൈവപ്രവൃത്തിയിലൂടെ കർത്താവ് എന്ത് ചെയ്തത് പുറത്തെടുത്തത്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി വന്ന സമയം മുതൽ ഇന്ന് വരെ, മനസ്സിലായോ, ഒരുപാട് കുഞ്ഞുങ്ങളെ, ഒരുപാട് വ്യക്തികളെ, അതായത് ലൈഫിൽ തകർച്ചയിലൂടെ പോകുന്ന നിരവധി പേരെ ബലപ്പെടുത്താൻ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഞാനിതിന് ആക്സിഡന്റ് എന്നല്ല പറയാ, ഞാനിതിന് ആക്സിഡന്റ് എന്നല്ല, ഞാനിത് എൻ്റെ ലൈഫിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തൊരു ഭയങ്കര ഒരു ഫേവറായിട്ട് തന്നെ കാണുന്നു. മനസ്സിലായോ? വേദനയൊക്കെ സെക്കൻഡറിയാ മോനെ, വേദന സെക്കൻഡറിയാ. അന്ന് മുതൽ ഇന്ന് വരെ ഈ ശരീരത്തിൽ വേദനയുണ്ട്, പക്ഷെ എനിക്ക് ഇന്ന് വേദന ഒരു വിഷയമല്ല. ഞാൻ എത്ര തളർന്നെന്ന് പറഞ്ഞാൽ എനിക്കതൊരു വിഷയമല്ല. എൻ്റെ മുമ്പിൽ കിട്ടുന്ന ഒരു അവസരം പോലും ഞാൻ എന്ത് ചെയ്യാറില്ല, പാഴാക്കാറില്ല. കാരണം എനിക്ക് പറയാനുണ്ട്, എൻ്റെ യേശു മതിയായ ദൈവമാണ്, എൻ്റെ കർത്താവ് മതിയായ ദൈവമാണ്. എന്നപ്പോൾ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതിൽ ഭാരത്തോടുകൂടെ തകർന്നിരിക്കുന്ന നിരവധി പേര് കണ്ടത്. എനിക്ക് അവരോടൊന്നേ പറയാറുള്ളൂ, നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ മറ്റാരെക്കാളും അധികം യേശു നിങ്ങളുടെ അടുത്തുണ്ട്. യേശു നിങ്ങളുടെ അടുത്തുണ്ട്. ഒരു തകർച്ച ഉണ്ടെങ്കിൽ അത് പിടികിട്ടു. അല്ലാതെ ക്രിസ്തീയ ജീവിതത്തെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇത് ഭയങ്കര ഈസി ലൈഫാണ്, ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കര കുറെ കാശുണ്ടാക്കാൻ പറ്റും, അതൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ച് ആരും ഇതിനകത്തോട്ട് കയറരുത്. പകരം ഒരു വേദനയിലൂടെ നമ്മൾ പോയേക്കാം, ശോധനയിലൂടെ പോയേക്കാം, പക്ഷെ ഇതിൽ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നമ്മളൊരു അസാധാരണ ദൈവപ്രവൃത്തിയായി മാറും. മനസ്സിലായോ? അവിടെ ഞാൻ പറയുന്നത്, ദിസ് ഇസ് നോട്ട് ആൻ ആക്സിഡന്റ്, ദിസ് ഇസ് നോട്ട് ആൻ ട്രാജഡി, ഇറ്റ്സ് എ ബ്ലെസ്സിംഗ്. Amen. Yes, beautiful. Amen. Hallelujah. Amen. Hallelujah. Praise the Lord. അച്ഛാ, അടുത്തതായിട്ട് ഞങ്ങളുടെ ഈ പോഡ്കാസ്റ്റ് പ്ലാൻ ചെയ്തപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു സ്പെഷ്യൽ റൗണ്ടാണ് വാട്ട്സ് യുവർ സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് എന്നുള്ളതാണ് ബേസിക്കലി. അപ്പം ഞാൻ ദൈവം അനുവദിച്ച് ഇവിടെ വരുന്ന ഗസ്റ്റുകളോട് എല്ലാവരോടും അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണെന്ന് ചോദിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ റൗണ്ട്. പക്ഷേ അച്ചാച്ചൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ആ ഒരു പ്രിവിലേജ് തരുന്നില്ല. അച്ചാച്ചൻ്റെ ഫേവറേറ്റ് സോങ് പാടാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു പ്രത്യേകിച്ചൊരു പാട്ടുണ്ട്, അത് അച്ചാച്ചൻ എനിക്ക് വേണ്ടി ഒന്ന് പാടണം. ഈ പോഡ്കാസ്റ്റിൽ കൂടെ ഒത്തിരി പേര് അത് കേൾക്കണം. ഈ പാട്ട് ഞാൻ എൻ്റെ വേർഷിപ്പ് മിനിസ്ട്രി ദൈവം എനിക്ക് തന്ന ആ നാളും ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറിയപ്പോൾ പാടിയ പാട്ടാണ്. ഞാൻ അച്ചാച്ചൻ്റെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പാട്ട് ഇതാണ്. ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുള്ള പാട്ട് ഇതാണ്. അച്ചാച്ചൻ്റെ ടെസ്റ്റിമോണിയുമായിട്ട് അച്ചാച്ചൻ ഈ പാട്ട് ടൈ ചെയ്യുന്നത് കേട്ട് ഞാൻ എത്ര തകർന്നിരിക്കുമ്പോഴും ഞാൻ കേട്ട് എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു പാട്ടും അച്ചാച്ചൻ്റെ ടെസ്റ്റിമോണിയുമാണത്. ഈ പാട്ടും മറ്റൊന്നുമല്ല, ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവൽ എൻ്റെ കൂടെയുണ്ട്. അച്ചാച്ചൻ്റെ ടെസ്റ്റിമോണി ഞാൻ പണ്ടും കേട്ടിട്ടുണ്ട്. റീസെൻ്റ്ലി കേട്ടപ്പോഴും അച്ചാച്ചൻ വയ്യാതിരുന്ന് റിക്കവറായി വന്ന് പാടാൻ സാധിക്കില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അച്ചാച്ചൻ സ്റ്റേജിലേക്ക് വന്ന് പാടാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത പാട്ട് വൻഭാരങ്ങൾ പ്രയാസങ്ങൾ എന്നുള്ള പാട്ടായിരുന്നു. പക്ഷേ
അച്ചാച്ചൻ അവിടെ സ്റ്റേജിൽ കയറിയപ്പോൾ അച്ചാച്ചനിലേക്ക് ദൈവം തന്ന ആ ഒരു ഉറപ്പും അച്ചാച്ചനിൽ വ്യാപരിച്ച ആത്മാവിൻ്റെ ശക്തിയും കാരണം അച്ചാച്ചൻ ഭയപ്പെടേണ്ട എന്നുള്ള പാട്ടാണ് പാടിയത്. അത് ഇന്നും എന്നെ പോലെ ഒരാളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ ഒത്തിരി പേരെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അച്ചാച്ചൻ ഒരു വാക്കിൽ ആ പാട്ട് അച്ചാച്ചനെ എങ്ങനെ തൊട്ടു എന്നും ആ പാട്ടൊന്ന് പാടാനും കൂടെ. സത്യത്തില് എൻ്റെ ആ സിറ്റുവേഷൻ എന്ന് പറയുന്നതുണ്ടല്ലോ, അതെനിക്ക് ഇന്നും ഞാനത് എങ്ങനെ കടന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു ഒരു എന്താ പറയാ, ആരാധന കൊതിയനായ ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് എനിക്ക് വരില്ല. അതെൻ്റെ ബ്രത്താണ് സത്യത്തിൽ. എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നാണക്കേട് വിചാരിക്കുന്ന ഒരു മനുഷ്യനല്ല. ഞാൻ എൻ്റെ കുഞ്ഞിലെ യേശുവിനെ പാടി തുടങ്ങുന്ന സമയത്ത് തന്നെ തെരുവിലാണെങ്കിൽ പോലും പാടുന്ന ഞാൻ തുള്ളിച്ചാടിയേ പാടിയിട്ടുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിനെ എൻജോയ് ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നോട് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ ഒരു നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ കാല് അവൻ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന കാല്. ഒരു മനുഷ്യൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ സ്റ്റൊമക്കിൽ നിന്ന് അവിടെ നിന്ന് ആരംഭിച്ച് വോക്കൽ കോഡ് അതിനെ ഷേപ്പ് ചെയ്തിട്ടാണ് വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നത്. ഒരു സിംഗറിനെ സംബന്ധിച്ച് ഈ ഏരിയ ഭയങ്കര പ്രയോറിറ്റി ഉള്ളത്. ബ്രെത്ത് കൺട്രോൾ ചെയ്യാനും പിടിച്ചു നിർത്താനും അതിനെ ഫോഴ്സ് ചെയ്യാനും ഏറ്റവും പവറിൽ അത് പുറത്തേക്ക് വരുത്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഏരിയ. ആ സ്ഥലത്താണ് അത് 2 സ്ഥലത്ത് കത്തി വെച്ചത്. ലങ്സാണ് നമ്മുടെ ബ്രീത്ത് എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുപോകുന്നത്. അതടിച്ച് പതറിപ്പോയി. മനസ്സിലായോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ ദിവസങ്ങളിലൊക്കെ ഈ 3 മാസം ഞാൻ വീട്ടിൽ കിടക്കുമ്പോഴും ഞാൻ പല ലൈവ് വർഷിപ്പുകളും ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ തന്നെ പഴയ പാട്ടുകളൊക്കെ ഞാനിന്ന് കാണുമ്പോഴും അതിൻ്റെ കൂടെ ഞാൻ പാടാൻ ശ്രമിക്കും. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ ഓരോ പാട്ടിൻ്റെ ഒരു വരിയിൽ ഒരു 2 വാക്കുകൾ എത്തുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും, സ്റ്റോപ്പായി പോകും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ കാണിച്ചില്ല, വൈഫിൻ്റെ മുമ്പിലോ കുഞ്ഞുങ്ങളുടെ മുമ്പിലോ ഞാനത് കാണിച്ചില്ല. കാരണം അവരത് പ്രയാസമാവും. ഞാൻ വൈഫിനോട് ഇങ്ങനെ പറയുക, എനിക്ക് പാടണം. അവളെൻ്റെ അടുത്ത് ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴും പുള്ളി ഓടി വന്നിട്ട് എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, പഴയതിൽ ശക്തമായ ദൈവത്തെ മഹത്വപ്പെടുത്തും, പഴയതിൽ ശക്തമായ തുള്ളിച്ചാടി ദൈവത്തെ ലോക രാജ്യങ്ങളിൽ ഇനിയും പറയും. ഇതൊക്കെ പറയും ഓരോ ദിവസവും എൻ്റെ അടുത്ത് പറയുമ്പോഴും എന്നെ അത് ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം 3-ാമത്തെ മാസം ഡോക്ടർ എന്നോട് പറയുന്നത്, വെറുതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോ. ഞങ്ങൾ പറഞ്ഞു നമുക്ക് ചർച്ചിൽ പോവാം. ചർച്ചിൽ ചെന്ന് കയറുന്ന സമയം ഞാൻ ആ ചർച്ചിനകത്ത് ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ തളർന്നൊടിഞ്ഞ് പോയിരുന്നിട്ടില്ല. ഞാൻ അവിടെ കയറുന്ന ദിവസം എന്ന് പറയുന്നത് പാട്ടിച്ച് കത്തിച്ച് ആരാധന കഴിഞ്ഞിട്ട് എൻ്റെ ശബ്ദം മുഴുവൻ ഉപയോഗിച്ചൊക്കെ ഞാൻ ചെയ്തതാണ്. കാരണം സൺഡേ ഞാൻ ഒരിക്കലും പറയാറില്ല, മൺഡേ എനിക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ചെറുതായിട്ടേ പാടുമെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ നിന്നിട്ടില്ല. കാരണം എനിക്ക് സൺഡേ ആരാധന കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഓഫറിങ്ങും ഞാൻ മേടിക്കില്ല. അത് ഞാൻ പൈസയ്ക്ക് വേണ്ടി പോകുന്നതോ അല്ലെങ്കിൽ എനിക്കൊരു നന്മ കിട്ടണമെന്ന് ഓർത്ത് പോകുന്ന സ്ഥലമല്ല. മനസ്സിലായോ? ഞാനവിടെ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ എൻ്റെ കുടുംബം പോലെ ഞാൻ കണ്ടു ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന സ്പേസ്. ഞാൻ അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് എന്നെ കണ്ട എൻ്റെ ചർച്ച് മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ കണ്ണൊക്കെ നിറഞ്ഞ് അവർ കരഞ്ഞ് പാസ്റ്ററിൻ്റെ മക്കൾ അവിടെ നിന്ന് വർഷിപ്പിൽ ഇടിക്കുമ്പോൾ ഞാൻ താഴെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അവരുടെ കൂടെ പാടണമെന്നുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാനിങ്ങനെ അവിടെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കർത്താവേ, ഞാൻ മനസ്സിൽ വിചാരിക്കും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ പതുക്കെ ഒന്ന് പാടിയെങ്കിലും നിർത്തണം. ഞാനവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പാസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോനേടാ നീ ടെസ്റ്റിമണി പറയുന്നു. ഞാൻ പറഞ്ഞാൽ പറയാം. അപ്പോൾ എന്നോട് പറഞ്ഞു 15 മിനിറ്റ് നിന്നാൽ മതി, അതിൽ കൂടുതൽ നിൽക്കണ്ട. കാരണം ഞാൻ അപ്പോഴും എൻ്റെ ഈ കാല് നിലത്തും കുത്തിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു കാലിൽ തന്നെ നിൽക്കുന്ന സ്ട്രെച്ചേഴ്സിലാണ് കിടക്കുന്നത്. ഞാൻ ആ പുൾപ്പിറ്റിലോട്ട് കയറുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ശബ്ദം എൻ്റെ കാതിൽ കേൾക്കുക, നീ ഒരു തോൽവിയുടെ കഥ പറയാൻ പോവുകയല്ല, ജയത്തിൻ്റെ ഘോഷം മുഴുവൻ. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഞെട്ടിയാ നോക്കുന്നത്. അടുത്ത കാലത്ത് എടുത്ത് നോക്കുമ്പോൾ വീണ്ടും കേൾക്കുക ജയത്തിൻ്റെ ഘോഷം. ഈ സ്പോട്ടിൽ തന്നെ ഞാൻ മറ്റേ പാട്ട് മറന്നുപോയി. മനസ്സിൽ കരുതിയ സാധനം ഞാൻ മറന്നുപോയി. എന്ത് പറയണം എന്ത് പാടണം ഒന്നും എനിക്കറിയില്ല. ഞാൻ ആ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ കണ്ണടച്ചെങ്കിലും നിന്നിട്ട് കർത്താവേ ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഈ ഹല്ലേലൂയ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ അകത്തേക്ക് ഒറ്റയടിക്ക് കയറി വരുന്ന വരിക, സിംഹങ്ങൾ നടുവിൽ
തള്ളപ്പെട്ടാലും നീ ഭയപ്പെടരുത്. എനിക്കറിയില്ല ഞാനിത് എങ്ങനെ പാടി തുടങ്ങിയെന്ന്. ഞാൻ ഭയങ്കര ശക്തിയോടെ ഞാൻ പാടുക. Yeah. ഈ മോനെ 3 മാസം നടക്കാതിരുന്നൊരു സാധനമാണ്. അതെ 3 മാസമായിട്ട് നടക്കാതിരുന്ന സാധനം. ആ സ്പോട്ടിൽ എൻ്റെ കർത്താവ് എന്ത് ചെയ്യുക, എന്നെ ഹീൽ ചെയ്തു. ഞാൻ അവിടെ നിന്നിട്ട് ഇത് പാടുമ്പോൾ എനിക്കറിയാം എൻ്റെ സ്വർഗം എൻ്റെ അരികിലിറങ്ങി വന്ന് നിൽക്കുന്നൊരു ഫീലില്ല ഞാൻ. ഭയങ്കര ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞാനത് പറയുമ്പോഴത്തേക്കും എനിക്കത് അറിയാം. കാരണം എൻ്റെ കർത്താവ് എന്നെ അവിടെ സൗഖ്യമാക്കിയത്, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചത്. മനസ്സിലായ? കാരണം നമ്മളത് ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മുടെ ദൈവത്തിനെ നമ്മെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. മനസ്സിലായ? നമ്മൾ വെറും ഒരു ഇരുമ്പ് കഷ്ണമായിട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വസ്തുവായിട്ട് തീർന്നു പോകാനല്ല. നമ്മളെ സത്യം പറഞ്ഞ കർത്താവ് ആഗ്രഹിക്കുന്നത് പൊന്നുപോലെ ശോഭയുള്ളതായി, വിലയേറിയതായി നമ്മൾ നിൽക്കണം എന്നുള്ളത്. ആ സമയത്ത് ആ പൊന്നു ശോധന കഴിക്കുന്നത് പോലെ ഒരു ശോധനയുടെ അനുഭവത്തിലേക്ക് നമ്മളൊന്ന് കയറി പോകുമ്പോൾ നമ്മളാരും വിചാരിക്കുന്ന അതോടുകൂടി തീർന്നു പോവാണ്. തീയിലേക്ക് കയറുമ്പോൾ പൊന്നെന്ന വ്യക്തിയുടെ അകത്ത സാധനം എന്താണെന്നറിയാമോ? തീ എല്ലാത്തിനെയും ദഹിപ്പിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ലൈഫും തീർന്നു എന്ന് കരുതിയായിരിക്കും ഇതിനകത്തോട്ട് കയറുന്നത്. പക്ഷെ പൊന്നിനറിയില്ല ഈ തീക്കകത്തേക്ക് കയറുന്നത് ഇവനെ ഒന്നും കൂടെ ക്ലീൻ ആക്കാൻ, ഇവനെ ഒന്നും കൂടെ ശോഭയുള്ളതാക്കാൻ, ഒന്നും കൂടെ വിലയേറി മാറ്റു കൂട്ടുന്ന ഏരിയ അത് കഴിഞ്ഞിട്ട് അടിക്കും. മനസ്സിലായോ? എന്നിട്ടാണ് അത് പറയുന്നത് നല്ലൊരു ആഭരണമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ. മനസ്സിലായോ? അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതേക്കുന്ന അടിയും അതേക്കുന്ന ചൂടിലും തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റി പുറത്തേക്ക് വരുന്നത്. ഇന്ന് നമ്മുടെ ലൈഫിൽ ഇഴക്കുന്ന ഏതൊരു അടിയും നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും. ഏതൊരു ചൂടും നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും. ഇന്നിങ്ങനെ നിൽക്കുമ്പോഴേ ഞാൻ പറയാം നമ്മുടെ ക്വാളിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രയാസം കൂടി പോയിക്കൊണ്ടിരിക്കുകയാണോ? പ്രതികൂലങ്ങളിലാണോ? നിന്റെ ക്വാളിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ക്വാളിറ്റി വർദ്ധിക്കുക, നിങ്ങളുടെ ആ പ്യൂരിറ്റി വർദ്ധിക്കുക. ഇന്നുവരെ ആരും കാണാത്ത ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും വിലയേറിയ, ഏറ്റവും മനോഹരമായ ഒരു ആഭരണമാക്കി കർത്താവ് നമ്മളെ പുറത്തേക്ക് പോവുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എനിക്ക് ആ പാട്ട്. ഓ തീർച്ചയായിട്ടും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും, തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും, കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. Such a blessing, that song. Amen. ഈ ആ സമയം കഴിഞ്ഞിട്ടേ ആ ഒരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വന്നൊരു പാട്ടുണ്ട്. ഞാൻ ഇതുവരെ അത് എന്ത് ചെയ്തിട്ടില്ല, അത് പുറത്തേക്ക് വന്നിട്ടില്ല. അതതിൻ്റെ പണിപ്പുരയിൽ നിൽക്കുക. അതിൻ്റെ ഒരു വരി ഞാൻ ജസ്റ്റ് അതിങ്ങനെ വരുന്നു. എങ്ങനെ നന്ദി ചൊല്ലും, എന്തു ഞാൻ പാടി തീർക്കും, അത്രമേൽ സ്നേഹിച്ചു നീ. പുതിയൊരു ജന്മം നൽകി, തകരാതെ കാത്തതും വഴിയിൽ വീഴാത്തതും അപ്പനെ നിൻ സ്നേഹമേ. തകരാതെ കാത്തതും വഴിയിൽ വീഴാത്തതും അപ്പനെ നിൻ
സ്നേഹമേ അപ്പായേ 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 എന്നപ്പായേ അപ്പായേ അപ്പായേ. ഞങ്ങൾ തകരാതെ കാത്തത്, വഴിയിൽ വീട് പോകാതിരുന്നത് ആറപ്പൻ്റെ സ്നേഹം മാത്രം. Amen. Amen. സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും ആ ഒരു പാട്ട് പുറത്തു വരാത്തതിൻ്റെ കാര്യം എന്താ അറിയോ, ഇപ്പോഴും ഇതിങ്ങനെ നിൽക്കണ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്, അതായത് ഇതെങ്ങനെ ഞാൻ നന്ദി പറയും, Yeah. ഞാൻ എന്ത് പാടി തീർക്കും. മനസ്സിലായോ? നമ്മളുടെ ലൈഫൊന്നും നമുക്കങ്ങനെ പറഞ്ഞു തീർക്കാനും പാടി തീർക്കാനൊന്നും പറ്റിയതല്ല. Yeah. അത്ര മേൽ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ കൂടെ. പോലെ ഈ ലൈഫിലുണ്ടല്ലോ, ഈ ലൈഫ് ദൈവം നമുക്ക് തന്നത് ഞാനിപ്പോഴും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാണുന്നത്. കാരണം ഇങ്ങനെ ഒരു ദൈവത്തെ സേവിക്കാൻ കർത്താവ് നമുക്കൊരു അവസരം തന്നത്. ഈ കോടിക്കണക്കിന് ജനം ഈ ലോകത്തുള്ളപ്പോൾ അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടു. മനസ്സിലായോ? ഇതിൻ്റെ ആഴമൊന്നും സത്യം പറഞ്ഞ് തിരിച്ചറിയാതല്ലേ ഇന്നത്തെ ജനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആത്മാവെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞെ, ലൈഫിനെ നിസ്സാരമായിട്ട് കാണരുത്, അതിൻ്റെ വാല്യൂ തള്ളിക്കളയരുത്. അത് കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. മനസ്സിലായി? ഇത് ഏറ്റവും നന്നായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. തീർച്ചയായിട്ടും. ഇത് ദൈവത്തിന് വേണ്ടി കൊടുത്താലുണ്ടല്ലോ, പ്രത്യേകിച്ച് യൗവനക്കാരോട് ഞാൻ പറയാം. യെരമ്യാ പ്രവചനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, നിന്റെ യൗവനത്തിലെ ഭക്തിയും നിന്റെ വിവാഹം നിശ്ചയിച്ച കാലത്തെ സ്നേഹവും ഞാൻ എന്നും ഓർക്കും. ദൈവത്തിൻ്റെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു വാക്കാത്. മനസ്സിലായോ? നിന്റെ യൗവനത്തിൽ നിനക്കുണ്ടാകുന്ന ഭക്തി. എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ട്രാക്ട് ആവാം, പക്ഷെ അതെല്ലാം കളഞ്ഞിട്ട് ഈ നല്ല യൗവനം കർത്താവിന് കൊടുത്താലുണ്ടല്ലോ, ഈ ലോകം കണ്ട് ആശ്ചര്യപ്പെടുന്നത് പോലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. മനസ്സിലായോ? ജോയിൽ നിനക്ക് വേണ്ടി ദൈവം ചെയ്യും, നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. കണ്ടോ, ഈ ദേശത്തെ കർത്താവ് മോനെ ഉപയോഗിക്കാൻ പോകുന്ന വിധങ്ങൾ അത് ചെറുതൊന്നും ആയിരിക്കില്ല. അസാധാരണമായ ദൈവപ്രവൃത്തി അവൻ നമുക്ക് വേണ്ടി ചെയ്യും. അച്ചാച്ചനോട് സംസാരിച്ചാലും അച്ചാച്ചൻ്റെ പാട്ട് കേട്ടാലും അച്ചാച്ചൻ്റെ സെർമൺ കേട്ടാലും ടെസ്റ്റിമണി ആണല്ലോ, ഇതാണ് പ്രശ്നം. കരയിപ്പിച്ചു കളി. കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അച്ചാച്ചൻ്റെ എന്ത് കേട്ടാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവും, ഭയങ്കരമായിട്ട് എന്നെ സ്പിരിച്വലി എംപവർ ചെയ്യും. അപ്പം കരച്ചിലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇച്ചിരി ഫൺ റൗണ്ടിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ ടു ദ റാപ്പിഡ് ഫയർ റൗണ്ട് ഓഫ് ടാബർനാക്കിൾ ടോക്സ്. ഓക്കെ അച്ചാ, പെട്ടെന്ന് ആൻസർ ശരവേഗത്തിൽ അച്ചാച്ചനും ആൻസർ തിരിച്ചിങ്ങോട്ട് തന്നേക്കണം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. അച്ചാച്ചൻ്റെ ഫേവറേറ്റ് ബൈബിൾ ക്യാരക്ടർ? ഡേവിഡ്. ബ്യൂട്ടിഫുൾ. അച്ചാച്ചൻ്റെ ഫേവറേറ്റ് വേഴ്സ് ഏതാണ്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഓഫ് കോഴ്സ്. അച്ചാച്ചൻ്റെ ഫേവറേറ്റ് സോങ് ഏതാണ്? എൻ്റെ ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാടുണ്ട് പോലെ, എന്നാലും ഒരെണ്ണം. എന്നാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ പാടിയിട്ടുള്ള പാട്ടുകളില്ല, ദിനവും യേശുവിൻ്റെ കൂടെ. ബ്യൂട്ടിഫുൾ. അച്ചാച്ചൻ്റെ ഫേവറേറ്റ് ബുക്ക് ഓഫ് ദ ബൈബിൾ? അങ്ങനെ പറഞ്ഞ ബൈബിൾ ടോട്ടലി എൻ്റെ പ്രിയമാണ്. അതിനപ്പുറത്തേക്ക് ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് മാറ്റില്ല. അതിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ സുവിശേഷങ്ങൾ തന്നെ. എൻ്റെ യേശു ജീവിച്ച കാലം, എൻ്റെ യേശുവിൻ്റെ കൂടെ നടന്ന സ്ഥലം, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ ഫേവറേറ്റ് ഫുഡ് ഏതായിരിക്കും? ഫേവറേറ്റ് ഫുഡ് അത് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടമാണ്. അതായത് എന്ത് സംഭവമാണെങ്കിലും കഴിക്കാമെന്നൊരു പരിധി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അധികം. പക്ഷെ ഞാനിത് പ്രധാനമായിട്ട് പറയാതിരിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ അടുത്ത് നടന്നൊരു സംഭവം, എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി ഒരു 21 days ഫാസ്റ്റിംഗ് പ്രയറിന് വേണ്ടിയിട്ട് ഒരു ചർച്ച ചെന്നു. അപ്പോൾ അവിടെ താമസിക്കുകയാണ്, അവിടുത്തെ ഓസ്ട്രേലിയ തന്നെയാണ്. അദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരാൾ ചോദിച്ചു, പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? താൻ അങ്ങനെ ചോദിച്ചില്ല, പകരം ഇങ്ങനെ ചോദിച്ചു, പക്ഷെ പനീർ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. പുള്ളി ഭയങ്കര സന്തോഷത്തോടെ അവരെ വിഷമിപ്പിക്കണ്ടെന്ന് നോക്കിട്ട് പറഞ്ഞു, പനീർ ഇഷ്ടമാണ്. ഈ സാധനങ്ങൾ കറങ്ങി ആ 21 വീടുകളിലും
Yeah. ആ ചർച്ചിൽ 21 സ്ഥലങ്ങളിലും Yeah. ഈ സാധനം ന്യൂസ് എത്തി. പനീറാണ് പുള്ളി എവിടെ ചെന്നാലും അയ്യോ പനീർ കൊണ്ട് പുള്ളി എങ്ങനെ ചെയ്യും ചോദിക്കലും പറയുന്നത് പാസ്റ്റർക്ക് പനീർ ഇഷ്ടമാണെന്ന് ഞങ്ങൾ അറിഞ്ഞേ എന്ന് പറഞ്ഞു. ഇതങ്ങ് ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഫേവറേറ്റ് ഫുഡ് പറയുന്നില്ല. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫ് ഉണ്ടാക്കുന്ന ഫുഡുകൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. ബ്യൂട്ടിഫുൾ ആൻഡ് ഡിപ്ലോമാറ്റിക് ബൈ ദ വേ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അച്ഛൻ്റെ ഫേവറേറ്റ് സ്ഥലം, ലോകത്തിലെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേവറേറ്റ് ഏതായിരിക്കും? എനിക്ക് ആൻസർ അറിയാൻ തോന്നുന്നു, എന്നാലും പറഞ്ഞു. എനിക്ക് ഇന്ത്യ ആണല്ലേ? ഓക്കെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. യാ ഓക്കെ. അച്ഛൻ്റെ ഫേവറേറ്റ് കളർ, ഏതെങ്കിലും ഒരു കളർ പറയാമെങ്കിൽ ഫേവറേറ്റ് കളർ ഏതായിരിക്കും? അങ്ങനെ ഒരു കളർ ഇല്ല? ഇല്ല, കളേഴ്സിനോട് എല്ലാം എനിക്ക് ഇഷ്ടം, എല്ലാ കളറിനോടും ഇഷ്ടമാണ്. പിന്നെ അടുത്ത ചോദ്യം പിടിച്ചോ. അച്ഛൻ്റെ ഫേവറേറ്റ് ചൈൽഡ്, നമ്മുടെ 3 ഏഞ്ചൽസിൽ. ഞാനൊന്ന് വിടും. അല്ല അച്ഛൻ അങ്ങനെയല്ല, ഒരു ഉത്തരം പറഞ്ഞിട്ട് പോകണം. നീ എന്റെ തല്ലുള്ളികളും ആണല്ലേ? അതും ഡിപ്ലോമാറ്റിക് ആയിട്ട് പോകാൻ പോകണം. ഒരിക്കലും ഡിപ്ലോമാറ്റിക് ആയിട്ട് പോകാൻ പറ്റത്തില്ല. എപ്പോട്ടെ ഒരു സാധനം പോലും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ആ വഴിക്കങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ 3 കൂടി എന്നെ ഏറി കയറ്റും. ആണല്ലേ? നമ്മൾ ചിന്തിക്കണത് 3 ഏഞ്ചൽസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഓക്കെ, ആ മറ്റേ ഗബ്രിയലിനെ പോലെ ചില സ്ഥലത്ത് നമ്മൾ ഇടിച്ച് നശിപ്പിച്ചു. അപ്പൊ നമുക്ക് ഉത്തരം തരാൻ പറ്റാത്ത ചോദ്യത്തോടെ നമ്മൾ റാപ്പിഡ് ഫയർ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ അച്ഛാ, വി ആർ കമ്മിങ് ടു ആൻ എൻഡ് ഓഫ് അവർ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ദ ടാബർനാക്കിൾ ടോക്സ്. സോ അച്ഛനോട് വന്ന ഞങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. അച്ഛാ എന്നോട് പേഴ്സണലി എനിക്ക് ബ്ലെസ്സിങ് ആയിരുന്നു. സോ ഹാപ്പി, കാരണം ഞാൻ എൻ്റെ ആദ്യമായിട്ട് ലൈഫിൽ ഒരു പോഡ്കാസ്റ്റിൽ ഇരിക്കുന്നത്. ബ്യൂട്ടിഫുൾ. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഞാനും ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകും. ആ പോഡ്കാസ്റ്റിൽ കേരളത്തിലെ എല്ലാ അഭിഷക്തന്മാരും വരും. അത് ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഞാൻ കുറെ നാളായിട്ട് ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോൻ എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ ഹാപ്പി. എൻ്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റിന് അച്ഛൻ്റെ പോഡ്കാസ്റ്റ് ഞങ്ങളായതിലും സന്തോഷം, ഞങ്ങൾ കാരണം അച്ഛന് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ വന്നതിലും സന്തോഷം. അച്ഛന് എന്നോട് എന്തെങ്കിലും പേഴ്സണലി ഇതിൽ പറയാനുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞങ്ങളുടെ വ്യൂവേഴ്സിനോട് പറയാനുണ്ടെങ്കിൽ, ദിസ് ഇസ് ടൈം. അച്ഛാ മോനെ ഒരു കാര്യം എന്നും മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാലഘട്ടത്തിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ എപ്പോഴും ക്രിസ്തുവിനോട് കൂടെ സഞ്ചരിക്കാൻ ഉറപ്പിക്കണം. മനസ്സിലായോ? എന്നും ഈ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് സുവിശേഷ വേലയിലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. മനസ്സിലായോ? പഴയതിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ നിന്നും മാറി. മനസ്സിലായോ? ഇന്നെന്താണോ ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുന്നത് ആ മേഖലയിലൂടെ ചലിക്കുന്നത് വളരെ നല്ലതാണ്. സോ മീഡിയ ആണ് ഇനിയുള്ളൊരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈവൻ എൻ്റെ ഡാഡി ഒരു സാധാരണ പരസ്യോഗത്തിൻ്റെ ഹീറോ ആയിരുന്നു. ഈവൻ KP ഹൊന്നാൻ സാറ് പണ്ട് അവരുടെ സെമിനാറിൽ പഠിപ്പിക്കുമ്പോൾ ഈ ഓപ്പൺ എയർ മീറ്റിങ്സിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴത്തേക്കും ഡാഡി നടത്തിയ പരസ്യങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും വെച്ചിട്ട് പുള്ളി പറയും, പുള്ളി ഹീസ് ഓപ്പൺ എയർ മീറ്റിംഗ് കിങ് എന്ന് പറഞ്ഞിട്ട് ഡാഡിനെ കുറിച്ച് പറഞ്ഞത് അത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? എൻ്റെ അടുത്ത് പെട്രോൾ റോയ് ചാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സെമിനാരിയിൽ പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. സോ ഞാൻ പറയുന്നത് അത് ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്ത് ആരും എന്ത് ചെയ്യുന്നില്ല, മറ്റേ ഇതൊന്നും കേൾക്കുന്നില്ല, TV ഒന്നും ആരുടെ വീട്ടിലില്ല, ഒരു മാധ്യമങ്ങളും ഇല്ല. ആകെപ്പാടെ വല്ലപ്പോഴൊക്കെ ചായക്കടയിൽ പോയിരുന്നത് നമ്മൾ മറ്റേ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഞാൻ 91 ഞാൻ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 90 ഏതാണ് വർഷമെന്ന് ഞാൻ ഇപ്പോഴും സാധിക്കും. നമ്മുടെ രാജീവ് ഗാന്ധി മരിച്ചത് ആ ന്യൂസില്ലേ, ആ ന്യൂസ് ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് കടയിൽ പോകാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ട് ഞാൻ ആ കടയിൽ പോയിട്ട് സാധനം മേടിക്കാൻ നിൽക്കുമ്പോൾ ആ കടയുടെ ചുറ്റും നിന്ന ആൾക്കാർ റേഡിയോ വെച്ച് അവിടെ നിന്ന് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയാണ് അത് ഉണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് അവരെന്ത് ചെയ്ത് ഫുൾ ടീമായിട്ട് പോയി പരസ്യോഗത്തിന് വന്ന് നിന്ന് ഭയങ്കര റീച്ച് ചെയ്ത് 100 ആളുകൾ കൂടി വന്ന് പരസ്യങ്ങൾ നടത്തുന്നത് കണ്ടിട്ടുള്ളത്. ഡാഡിയുടെ എൻ ടൈമിലേക്ക് വന്ന സമയത്ത് ഞാൻ ഡാഡിയോട് ചോദിച്ചിട്ടുണ്ട്, ഡാഡി ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഞാൻ പരസ്യം നടത്തിയാലെന്ന് വെച്ചു. ഡാഡി ചിരിച്ചിട്ടുണ്ട്, നീ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? മനസ്സിലായോ? പറയാ പുള്ളി എന്നോട് പറയാ, ലോകം മുഴുവൻ വാട്സാപ്പിനകത്തും മീഡിയക്കകത്തും എല്ലാവരും കിടക്കുമ്പോൾ ജംഗ്ഷനിലൊന്നും ആരും 5 മിനിറ്റ് കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, നിൽക്കത്തില്ല. അവരിങ്ങനെ പാസിങ്, അവരാരും ശ്രദ്ധിക്കാനും പോകുന്നില്ല, നിന്ന് കേൾക്കത്തില്ല. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇനി അതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, അടുത്തൊരു മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങണം. താൻ എന്നോട് പറഞ്ഞു 2016 താൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞതാണ്, മോനെ മീഡിയയിലാണ് ഇനി അടുത്തൊരു ഫ്യൂച്ചറുള്ളത്, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം. ഇന്ന് ഏകദേശം 10 വർഷം ആവാൻ പോകുന്നു. 10 വർഷം. അപ്പോൾ 10 വർഷം മുമ്പ്
വിഷണറി ആയിട്ട് പറഞ്ഞൊരു കാര്യം ഞാനീ പറയുന്നത്. സോ ഇന്ന് മോർണിംഗ് നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്നുകൊണ്ട് അടുത്തൊരു 10 വർഷത്തെ അഡ്വാൻസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചിന്തിക്കാനായിട്ട്. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ആ യാത്രയിൽ ക്രിസ്തുവില്ലാത്തൊരു യാത്ര പോകരുത്, ദൈവസാന്നിധ്യം ഇല്ലാത്ത ഒരു പ്രവൃത്തി ഉണ്ടാകരുത്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വചനത്തിൽ ഉറച്ച്, മനസ്സിലായ, ബിബ്ലിക്കൽ തിയോളജി അതിൽ നിന്ന് വിട്ടിട്ട് ഒന്നും ചെയ്യരുത്, മനസ്സിലായ. അതിനെ മുറുകെ പിടിച്ച് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ പോകണം. ടെക്നോളജി ഉപയോഗിക്കണം, ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കണം. സോ അങ്ങനെയുള്ള ഇപ്പം എനിക്കറിയാം ഈ പോഡ്കാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് റെന്റഡ് പ്ലേസിലാണ്. അതുപോലെ തന്നെ ഇതെല്ലാം റെന്റ് കൊടുത്താൽ മോനെ എടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ക്യാമറ എല്ലാം റെന്റാണ് അല്ലേ. ആകെ ഒരു ലൈറ്റ് മാത്രം നിന്റെ സ്വന്തമായിട്ടുള്ളൂ. പക്ഷെ ഞാൻ എന്ന് പറയുകയാണ്, അടുത്ത വർഷം ഈ സമയത്ത് ഈ കംപ്ലീറ്റ് എക്യുപ്മെന്റ്സും കർത്താവ് നിനക്ക് തരും. മോന്റെ പോഡ്കാസ്റ്റ് അതൊരു വൻ വിജയമായി മാറും, മനസ്സിലായ. അത് മില്യൺസ് ഓഫ് വ്യൂസിലേക്ക് അത് കയറി പോകും. അത്രയും ആത്മാക്കളെ അത് തൊടും. Okay. Yes, Acha. So Devan agree. Yes, Acha. Thank you, Acha. Thank you. Acha, as we are ending our podcast, I want you, one of my favorite and blessed man of God, to pray and bless this podcast and pray over everybody who's listening to this podcast. Okay. Acha, ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ജോയലിനെ ഞാൻ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ടാബർനാക്കിൾ ടോക്സ്, ഈ അനുഗ്രഹിക്കപ്പെട്ട പോഡ്കാസ്റ്റ് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചാരംഭിക്കുകയാണ്. ഇത് അനേക വ്യക്തിജീവങ്ങളെ തൊടട്ടെ കർത്താവേ. ഇവരുടെ ഓരോ എപ്പിസോഡിനകത്തും വലിയ ദൈവപ്രവൃത്തി ചലിക്കുന്നു. ആയിരങ്ങൾ ലക്ഷങ്ങൾ ക്രിസ്തുവിനെ കാണുന്ന തലത്തിൽ കർത്താവേ ഇതിനെ ഞങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അതിന് വ്യൂവേഴ്സ്, ഒരു വലിയൊരു ഫോളോവേഴ്സ് ഇതിനുണ്ടായി വരട്ടെ കർത്താവേ. തൻ്റെ മീഡിയ പേജിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അതിലൂടെ തന്നെ ഫോളോ ചെയ്യുന്ന, അതിലൂടെ ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവം മഹത്വത്തിന് കാരണമായി മാറണമേ കർത്താവെ. തനിക്കിത് നന്നായി ചെയ്തുകൊണ്ട് പോകാനുള്ള വിസ്ഡം, ഹെവൻലി വിസ്ഡം ശലോമോന് കൈമാറിയതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ഞാൻ ആത്മാവിൽ കൈമാറി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ താൻ നയിക്കപ്പെടട്ടെ. വചനത്തിൽ ഉറച്ചു നിൽക്കട്ടെ. ദൈവം മഹത്വമായി സ്വർഗം ഉപയോഗിക്കേണ്ടതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ പോഡ്കാസ്റ്റിനെ, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുക. കർത്താവെ തനിക്കിത് ചെയ്യാൻ പണം ചെലവുണ്ട്. അതിനുള്ള സോഴ്സുകൾ യേശുവിൻ നാമത്തിൽ ഓപ്പണായി വരട്ടെ. അനേകർ അതിൽ കൊടുക്കുവാൻ, അതിൽ ചെയ്യുവാൻ അവർക്ക് ഹൃദയമുണ്ടായി വരട്ടെ. സ്വർഗം അത് ചെയ്യുന്നതിന് എല്ലാ എക്യുപ്മെന്റ്സും ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇവർക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നു. സ്വർഗം അത് ചെയ്തതിന് നന്ദി പറയുന്നു. മഹത്വം മുഴുവൻ ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ടാബർനാക്കിൾ ടോക്സ് എന്ന ഈ പോഡ്കാസ്റ്റിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവനും യേശുവിന്, പുകഴ്ച അങ്ങേക്ക്. പിതാവെ ഞങ്ങൾ എല്ലാം മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ പുത്രനാമ യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സോ ഒരു ബ്ലെസ്സഡ് മാൻ ഓഫ് ഗോഡിന്, സ്പെഷ്യൽ മാൻ ഓഫ് ഗോഡിന് വെരി ക്ലാസി കാർ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇതൊന്ന് ഒപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ കഴിഞ്ഞ രാത്രി വിളിക്കാത്ത ആൾക്കാരില്ല. കിടക്കുന്നവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് അച്ചാച്ചന് വേണ്ടി ഒരു സ്പെഷ്യൽ മോഡൽ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. സോ ബൈ ദ വേ ഡിസ്ക്ലൈമർ, ആരെങ്കിലും ലോഡ്സിന് അച്ചാച്ചന് ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അച്ചാച്ചന് ഏറ്റവും ഇഷ്ടമുള്ളത് കാറുകളാണ്. സൈസും കളറും ഒന്നും പ്രശ്നമല്ലല്ലോ, വലുതോ ചെറുതോ സൈസോ വലുതോ ഒന്നും വിഷയമില്ല. ഏത് മോഡലും എഞ്ചിനുള്ളതാണെങ്കിലും കുഴപ്പമില്ല കേട്ടല്ലോ എല്ലാവരും. അപ്പം അച്ചാച്ചന് ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത് കൊടുക്കുക. അച്ചാച്ച ഇത് ഞങ്ങളുടെ ഒരു ഏറിയ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഫോർ യുവർ ടൈം ഹിയർ. I hope you like it. Thank you so much. Thank you so much. Again, Achacha, you have been a big blessing. ഞങ്ങളുടെ ഈ ഒരു വലിയ ഹംബിൾ ബിഗിനിങ്ങിനെ അച്ചാച്ചന്റെ പ്രസൻസ് കൊണ്ടും അച്ചാച്ചന്റെ വിസ്ഡം കൊണ്ടും ബ്ലസ് ചെയ്തതിന് ഒത്തിരി നന്ദി. Thank you. Again, this was such a blessing, Achacha. Thank you. Thank you, dear. Thank you so much. And we are signing off from Tabernacle Talks episode 1. See you on the next one. God bless you all.